കൊല്ലം അഞ്ചാലുംമൂട്ടിൽ യുവതിയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഭർത്താവ് പിടിയിൽ. കല്ലുവാതുക്കൽ സ്വദേശി ജിനുവാണ് അറസ്റ്റിലായത്. ജോലിക്ക് നിന്ന വീട്ടിൽ കയറിയാണ് ഭാര്യ രേവതിയെ പ്രതി കുത്തിക്കൊലപ്പെടുത്തിയത്. കുടുംബ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് സൂചിപ്പിച്ചു. അഞ്ചാലുംമൂട് താന്നിക്കാമുക്ക് റേഷൻ കടയ്ക്ക് സമീപത്തുള്ള ഷാനവാസ് മഞ്ചലിൽ ഇന്നലെ രാത്രി 10:30-നാണ് കൊലപാതകം നടന്നത്. ഷാനവാസ് മഞ്ചിലുള്ള വയോധികനെ പരിചരിക്കാനാണ് രേവതി ഈ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നത്. ഇന്നലെ രാത്രിയോടെ ഇവിടെ അതിക്രമിച്ച് എത്തിയ ഭർത്താവ് ജിനു ഭാര്യ രേവതിയുമായി വഴക്കുണ്ടാക്കുകയും കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയുമായിരുന്നു. നിലവിളി കേട്ട് ഓടിക്കൂടിയവർ രേവതിയെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചപ്പോഴേക്കും രേവതി മരിച്ചു പോയിരുന്നു. കേൾക്കണേ ഓരോ പെൺകുട്ടികളുടെ അവസ്ഥ. ഈ ഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഒരുപാട് എല്ലാവരും അല്ല കേട്ടോ, എല്ലാവരെയും അല്ല പറയുന്നത്. ചില ഭർത്താക്കന്മാരുടെ സ്വഭാവമാണ് പറയുന്നത്. ഈ നല്ല രീതിയിൽ അവർക്ക് നോക്കാനും ആവില്ല, നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാനും ആവില്ല, എന്നാലോ ജീവിക്കാനും സമ്മതിക്കില്ല. ഈ പെണ്ണുങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ജോലിയെടുത്ത് എന്തെങ്കിലും ഒന്ന് ജീവിക്കാമെന്ന് വെക്കാനും ഒരു സമ്മതിക്കില്ല. നല്ല രീതിയിൽ അവർക്ക് ഭക്ഷണം കൊടുക്കാനും ആവില്ല, നോക്കാനും ആവില്ല, നല്ല സംസാരിക്കാനും ആവില്ല. എന്നാൽ അവർക്കൊന്ന് നല്ല രീതിയിൽ ആ പെണ്ണുങ്ങളെങ്ങനോ ഞാൻ ഏതായാലും കൊടുക്കുന്നില്ല, ഓളേതായാലും ജീവിച്ചോട്ടെ എന്ന് വെക്കോ, സമ്മതിക്കില്ല. കാരണം അവർക്ക് ഇങ്ങനെ ചിലർ കഞ്ചാവും കള്ളും ബ്രൗൺ ഷുഗറും ഇങ്ങനെയൊക്കെ അടിമകളായിരിക്കും, അല്ലെങ്കിൽ ചീട്ട് കളിച്ച് അടിമയായിരിക്കും. അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളിൽ അകപ്പെടുന്ന ഭർത്താക്കന്മാർക്ക് എങ്ങനത്തെ ഓരോരോ ഇതിൽ ഭാര്യമാരെ ഉപദ്രവിക്കാനാവും. ലഹരിക്ക് അടിമയായ ഇങ്ങനത്തെ ഒക്കെ ഓരോരോ ആണുങ്ങൾക്കൊക്കെ മാത്രമേ ഇങ്ങനെ ഇതാവും, അല്ലെങ്കിൽ സൈക്കോ ഭ്രാന്തന്മാർ ഇങ്ങനത്തെ ഓരോ ആൾക്കാർക്ക്. അപ്പോൾ ഇവരെ ഈ ഓരോരോ സ്വഭാവങ്ങൾക്കൊക്കെ ഇതിൽ പൈസ ഇതൊക്കെ കിട്ടാൻ ഏതായാലും നല്ല രീതിയിൽ അവർക്ക് ജോലിക്കും പോകാനാവില്ല. ജോലിക്ക് പോകുന്നവരും ആണെങ്കിലും ഭാര്യമാർക്ക് നേരാട്ടങ്ങിയ കുത്ത് എങ്ങനാലും കുത്ത് പോലെ നേരാട്ടിട്ട് കുത്തുപോകും. എന്നിട്ടാട്ട് ഇങ്ങനെ ഒന്നെങ്കിൽ അവരെ ജീവിക്കാൻ സമ്മതിക്കൂല, അല്ലെങ്കിൽ അങ്ങ് ഒന്നാളും. ജീവിക്കുകയാണെങ്കിലും ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള ഉപദ്രവം. അത് അല്ലെങ്കിൽ കൊല്ലുക, എന്തെങ്കിലും ആക്കി കത്തി കൊണ്ടോ വെട്ടോ തല്ലുകയോ കുത്തുകയും ചെയ്തെങ്കിൽ കൊല്ലുക. ഇങ്ങനെയുള്ള ആണുങ്ങളെയൊക്കെ എന്താ ചെയ്യേണ്ടത്? പേരടിക്ക് 4 എണ്ണം കൊടുക്കണം. പോയി ഇവർക്ക് ഇങ്ങനെ ഈ ഓരോന്നിനെയും ഇങ്ങനെ കുത്തിക്കൊല്ലുമ്പോഴൊക്കെ ഇവരെയൊക്കെ വിചാരം എന്താ? എനിക്ക് തോന്നുന്നത് ഇവരെയൊക്കെ വിചാരം ഈ ജയിലിൽ എന്തോ ബിരിയാണി വെച്ച് വിളമ്പുന്നെന്നാണ് തോന്നുന്നത്. ഓരോന്നും ഭാര്യമാരെങ്ങനെ കുത്തുകയും തല്ലുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇവരെയൊക്കെ വിചാരം എന്തോ ജയിലിൽ നിന്നെന്തോ ബിരിയാണി കൊടുക്കുന്നതെന്നൊറ്റോ കേട്ടിട്ടാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. മനസ്സിലാവുന്നില്ല. ഏത് സമയത്ത് നോക്കുകയാണെങ്കിലും ഓരോരോ കെട്ടിയന്മാരോരോരോ സ്വഭാവങ്ങൾ അങ്ങനെ ഇതിലിങ്ങനെ കാണുന്നത്. ഓരോരോ പെൺകുട്ടികളെ കഷ്ടപ്പെടുത്തുക ഇതന്നെയാണ് കേൾക്കുന്നത്. നിങ്ങൾക്കൊക്കെ എന്നാണ് നിങ്ങളൊക്കെ ഒന്ന് നന്നാകുക? ഈ ആണുങ്ങൾക്കൊക്കെ ഒന്ന് നന്നാവാനൊന്ന് ശ്രമിച്ചൂടെ? എല്ലാ ആണുങ്ങളോടും എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഈ കള്ള് കഞ്ചാവ് ഇതൊക്കെ നിൽക്കുന്നവർക്ക് ഒന്ന് ശ്രമിച്ചൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. രേവതി എന്ന് പറഞ്ഞാൽ ഈ പെണ്ണിപ്പോൾ ഒരു വീട്ടിൽ ഒരു വയസ്സായ ആളെ നോക്കാൻ ചെന്നതാണ്. അത് അങ്ങനെ ചെല്ലുന്നത് തന്നെ എന്തുകൊണ്ടാണ്? ഈ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ? ഈ കെട്ടിയോനെന്ന് പറഞ്ഞവൻ ഒന്നിനും കൊള്ളായിട്ടല്ലേ? ഒരു നല്ല രീതിയിൽ ചിലവിനും ഇതൊന്നും കൊടുക്കാത്തത് കൊണ്ടല്ല ആ പെണ്ണ് ജോലിക്ക് രാത്രി വരെ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെയല്ലേ? ഇയാളെ കൊണ്ടുള്ള ഉപദ്രവം കൊണ്ടും എല്ലോ അല്ലേ? അപ്പോൾ വേറെ എവിടെയെങ്കിലും നിന്ന് ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ള ഇതുകൊണ്ടല്ല അത് ഒരു വയസ്സായ മനുഷ്യരെ നോക്കാൻ ഇങ്ങനെ നിന്നത്. അപ്പോൾ അവിടെയും ജീവിക്കാൻ സമ്മതിക്കാണ്ട് ചെന്നിങ്ങനെ കുത്തിക്കൊല്ലുക എന്ന് വെച്ചാൽ ഇയാളെന്ന് വെറുതെ വിടരുത്. എന്തിൻ്റെ കേടാ ഇതിനൊക്കെ? ഭാര്യമാരായിട്ട് കൊന്നാൽ എല്ലോ ആയി എന്നാണോ വിചാരം? അല്ല, ഇതുങ്ങളോടൊക്കെ ഒന്ന് ചോദിക്കണം. ഈ ഭാര്യമാരെയൊക്കെ ആയിട്ട് കൊന്നാൽ എല്ലോ ആയോ ഇവർക്കൊക്കെ? ഇങ്ങനെ ആയിട്ട് ദേഷ്യം തീർക്കണ ഭാര്യമാരോട് ഇവർക്കൊക്കെ എല്ലോ ആയോ? ഭാര്യമാരായിട്ട് കൊല്ലുകയും തല്ലുകയും കുത്തുകയൊക്കെ ചെയ്താൽ എല്ലോ ആയോ?
അല്ല എനിക്ക് മനസ്സിലാവായിട്ട് ചോദിക്കുക. ഓരോന്നും ഇങ്ങനെ വന്നിങ്ങി വീട്ടിലേക്ക് എത്തിയാൽ ഈ ആണുങ്ങളെ ഓരോ സ്വഭാവം. കള്ള് കുടിച്ചാൽ വയറ്റിലാട് നിൽക്കൂല. വന്നിങ്ങി ഭാര്യമാർക്കിട്ട് നേരെ കുത്തല. എല്ലും ഭാര്യമാർക്ക് തല്ലുക, കൊല്ലുക. ഭക്ഷണം ആയില്ലെങ്കിലും ഭാര്യമാർക്ക്, മക്കൾ കരഞ്ഞാലും ഭാര്യമാർക്കിട്ട് കുത്ത്, ആരെങ്കിലും പറഞ്ഞാലും ഭാര്യമാർക്കിട്ട് കുത്ത്, അയാൾ വന്ന് വിഗ്ഗ എന്തോ ചെയ്താലും ഭാര്യമാർക്കിട്ട് കുത്ത്. ഇതെന്ത് മനുഷ്യന്മാരാ, എന്ത് ഭർത്താക്കന്മാരാ അവരൊക്കെ. ഇവർക്കൊക്കെ ഒന്ന് നന്നായിക്കൂടെ? അങ്ങനെ ഈ പെണ്ണിന് എല്ലാത്തിന് ഇത് പിന്നെ പോലീസിന് കൊടുക്കരുത്, നാട്ടുകാരെന്നെ കൈകാര്യം ചെയ്യണം. 4 എണ്ണം കൊടുത്ത് ഇവനെയൊക്കെ അടിച്ച് മുറിച്ച് പൊറിഞ്ച് മറിയാക്കണം. പൊരിച്ച് കറിയാക്കണം. ചിലപ്പോൾ വീട്ടിൽ ചെന്നെങ്കിൽ അയാൾ ചിലപ്പോൾ വീട്ടിൽ കയറിയത് ചിലപ്പോൾ പൈസ അവൾ നയിക്കുന്ന പൈസ അവിടെ ആ വയസ്സായ മനുഷ്യനെ കഴുകി കൊടുക്കുകയും നോക്കുകയും തിന്നാൻ കൊടുക്കുകയൊക്കെ ചെയ്ത് എടുത്ത് നിൽക്കുന്ന ആ പൈസ ചിലപ്പോൾ ചോദിച്ചേക്കും. ചിലപ്പോൾ കച്ചറ ഉണ്ടാക്കിയത്, ചിലപ്പോൾ കള്ള് കുടിക്കാനോ കഞ്ചാവ് വലിക്കാനോ എന്തിനോ വേണ്ടിയിട്ട് പൈസ ചോദിച്ചേക്കും കച്ചറ ഉണ്ടാക്കി. അതുകൊണ്ട് അവൾ തരൂലെന്നെന്തോ പറഞ്ഞെങ്കിൽ അങ്ങനെ എന്തോ പ്രശ്നം പറഞ്ഞെങ്കിൽ ആയിരിക്കും ചിലപ്പോൾ കച്ചറ ഉണ്ടായത്. അതായിരിക്കും ഇങ്ങനെ ഇട്ടിങ്ങനായിട്ട് കുത്തിയതാക്കുകയും ചെയ്തത്. ഇവർക്കൊക്കെ അങ്ങനെയാണല്ലോ. കള്ളും കഞ്ചനും കിട്ടിയില്ലെങ്കിൽ ആട്ട് ഇടിക്കുക, ഒന്നും നോക്കൂല, ആട്ട് കൊല്ലുക തന്നെ. എങ്ങനെയായാലും അവന് എന്തിനാണ് അവനെ ചെയ്തതെങ്കിലും അവന് നഷ്ടം എന്നല്ലാണ്ട് വേറെ എന്ത് ചെയ്യാനാ? അവന് നഷ്ടം തന്നെ. ജയിലിൽ കാലാകാലം കിടക്കുക, അവന് നഷ്ടം തന്നെ. ഭാര്യനെയും നഷ്ടപ്പെട്ട് ഇനിയൊരു നല്ല ജീവിതം കിട്ടത്തുമില്ല. ഇവരോടൊക്കെ പറയുക, എങ്ങനെയായാലും ജയിലിൽ ഏതായാലും വിരിയാൻ കിട്ടുമെന്ന് വിചാരിച്ച ആരും ഇങ്ങനെ ചെയ്യാൻ നിൽക്കണ്ട. ഇങ്ങനെ ഭാര്യമാരെ ആരെയും ഇവരെയും കുത്തും തല്ലും കൊലയൊന്നും നടത്തണ്ട. ഇപ്പോൾ ഒരാളിപ്പോൾ അടുത്ത് പിന്നെ ജയിലിൽ ചാടി ഒരാൾ, അരവിന്ദ് സ്വാമി ഏതോ ഒരുത്തന്, ഒരു കൈയില്ലാത്ത ആൾ ജയിലിൽ ചാടി എന്നുള്ളത് കേട്ടിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ചാടിയത്? എന്നോ മുറിക്കലൊരുങ്ങിയിട്ട് ചാടാനുള്ളത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട്? അവിടെ ജീവിക്കാനാവായിട്ട്. അയാളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എങ്ങനെയെങ്കിലും ഒന്ന് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് ചുരുണ്ട് മൂടി കിടക്കുകയായിരുന്നു എന്ന്. എവിടെയെങ്കിലും ഒന്ന് അടങ്ങി നിന്ന് ഈ തണുപ്പാങ്കാലത്ത് ജയിലിൽ ഓരോരു പറയുന്ന ജോലിയും ചെയ്തല്ലോ ഇതാക്കി ഒരു ഇതും ഇല്ലാണ്ട് ഇങ്ങനെ ജീവിക്കല്ലേ. അപ്പോൾ അയാൾക്ക് തോന്നിയിട്ടുണ്ടാവും ചെയ്തത് എന്ത് തെറ്റാണ്, ചെയ്യരുതായിരുന്നു. ഭ്രാന്തെടുത്തിട്ടുണ്ടാവും. എങ്ങനെയെങ്കിലും ജയിലിൽ നിന്ന് ചാടി എവിടെയെങ്കിലും ഓടിങ്ങി രക്ഷപ്പെട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചേക്കും അയാൾ ജയിലിൽ ചാടാൻ നോക്കിയത്. എന്തുകൊണ്ട്? ജയിലുള്ള സുഖം കൊണ്ട്. അപ്പോൾ ആ സുഖം അത്രത്തോളം സുഖമുണ്ട്, എന്നിട്ടല്ലേ അയാൾ ജയിലിൽ ചാടാൻ നോക്കിയത്. അപ്പോൾ ശ്രമിച്ചോളി. അവിടെ ബിരിയാണിയല്ല കിട്ടുക, ജീവിക്കാനാവില്ല, ജയിലിൽ ജീവിക്കാനാവില്ല. അത് വിചാരിച്ച് ആരും ഇനി കൊല എന്നുള്ളത് ചെയ്യാൻ നിൽക്കണ്ട. എൻ്റെ വാക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ.